ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ MS വേർഡിലെ റെഫറൻസസ് എന്ന് പറയുന്ന ടാബിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് റെഫറൻസസ്, എന്തിനാണ് അത് യൂസ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് ഒരു ബുക്ക് രീതിയിൽ തയ്യാറാക്കുന്ന ടൈമിൽ ആണ് നമ്മൾ ഈ റെഫറൻസ് ടാബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഡോക്യുമെൻറ്റിനെ ഒരു ബുക്ക് രീതിയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഫറൻസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേർഡിൽ റെഫറൻസസ് എന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇത്രയും കമാൻഡ്സ് ആണ് എന്തിലുള്ളത്, ഈ ഒരു റെഫറൻസസിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടാബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലുള്ളതാണ് ടാബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ്. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ അവയിലെ മെയിൻ ഹെഡിങ്ങിനെയും സബ് ഹെഡിങ്ങിനെയും പേജ് നമ്പറിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ടാബിൾ ഓഫ് കണ്ടൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡെക്സ് പേജ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പേജിൽ എന്താണ്ടായിരിക്കാം, കുറേ ഒന്നാമത്തെ ഹെഡിങ് അത് എത്രാമത്തെ പേജിലാണുള്ളതുണ്ടാവും, അങ്ങനെ 2, 3 അങ്ങനെ ഒരുപാട് കണ്ടൻസ് ഉണ്ടായിരിക്കും, അത് എത്ര പേജിലാണെന്നുള്ളതുണ്ടായിരിക്കും. അപ്പോൾ ഇതിനാണ് ടാബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടാബിൾ ഓഫ് കണ്ടൻസ് നമ്മുടെ ഡോക്യുമെൻറ്റിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലുള്ള ചിലതിന് ഒരു ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇത്രയും ഞാൻ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇത്രയും സെലക്ട് ചെയ്തു. എന്നിട്ട് ഹോമിൽ പോയിട്ട് ഈ ഒരു 3ാമത്തെ ഹെഡിങ് സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്യാം. നമുക്ക് ഞാൻ ഈ ഒരു പാരഗ്രാഫ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹെഡ്ലൈൻ എന്താണോ അതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത് സെലക്ട് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് ഇത്രയും ഹെഡ്ലൈൻസ് ആണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പേജൊക്കെ പൊതുവെ വരില്ല എവിടെയാണ്, ഒരു ഫസ്റ്റ് പേജിലായിട്ടാണ് വരിക അല്ലേ. നമുക്കിവിടെ വേണമെങ്കിൽ എൻ്റർ അടിച്ചിട്ട് മുകളിൽ ഈ മൗസ് പോയിന്റർ കൊണ്ടുവെക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് വരേണ്ടത്, ഈ ടാബിൾ ഓഫ് കണ്ടൻസ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും ഹെഡ്ലൈൻസ് സെലക്ട് ചെയ്ത ശേഷം റെഫറൻസിലോട്ട് പോവുക. എന്നിട്ട് ടാബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടായിരിക്കും, അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കണ്ടോ കണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെയാണോ ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ആക്കിയിട്ടുള്ളത് അതൊക്കെ ഇവിടെ എന്തായിട്ട് വന്നിട്ടുണ്ട്, കണ്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടൻസ് ഒക്കെ 1ാമത്തെ പേജിലാണല്ലേ, ആകെ ഒരു പേജേ ഉള്ളൂ. അപ്പോൾ 1ാമത്തെ പേജിലായത് കൊണ്ടാണ് ഇവിടെ 1 എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ ഇത്രയും പോർഷൻസ് ഞാൻ 2ാമത്തെ പേജിലോട്ട് മാറ്റാണ്. കണ്ടില്ലേ, ഇത്രയും പോർഷൻസ് 2ാമത്തെ പേജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താവണം, ഓട്ടോമാറ്റിക്കലി ഇവിടെ ചേഞ്ച് ആവണം. ഇവിടെ ടു മേക്ക് യുവർ ഡോക്യുമെന്റ് ലുക്ക് പ്രൊഫഷണലി എന്നുള്ള ഈ ഒരു കണ്ടന്റ് 2ാമത്തെ പേജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ അപ്ഡേറ്റ് ടേബിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അപ്ഡേറ്റ് എൻ്റെയർ ടേബിൾ സെലക്ട് ചെയ്യുക. ഓക്കെ അടിക്കാം. കണ്ടില്ലേ, ഇവിടെയുള്ള കണ്ടൻസ്, ഇവിടെയുള്ള പേജ് നമ്പർ എന്ന് പറയുന്നത് 2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സപ്പോസ് എനിക്ക് കുറച്ചുകൂടി ഞാൻ കണ്ടൻസ് ആഡ് ചെയ്യാണ്, ഈ ഒരു ഹെഡ്ലൈനിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പം അതുകൂടെ ആ ഒരു കണ്ടൻസിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കുക. കണ്ടില്ലേ, ഇത് ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ എന്തിലോട്ട് മാറണം, ഈ ഫസ്റ്റത്തെ ഹെഡ്ലൈനിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ടേബിൾ പോവുക, അപ്ഡേറ്റ് എൻ്റെ ടേബിൾ കൊടുക്കുക, ഓക്കെ അടിക്കാം. കണ്ടില്ലേ, ഇത്രയും ഓക്കെ അല്ലേ. ഇനി അടുത്തത്, ഇപ്പം നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ പ്രൊവൈഡ്സ് എന്ന് പറയുന്ന ഈ ഫസ്റ്റത്തെ കണ്ടന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ ഈ ഡോക്യുമെൻറ്റിൽ ആ ഒരു പാരഗ്രാഫ് ഉള്ളത് അവിടേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, നേരെ മൗസ് പോയിന്റർ ഇങ്ങോട്ട് പോയത് കണ്ടില്ലേ. അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ഈ ടീംസ്, ഈ 3ാമത്തെ കണ്ടന്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. കൺട്രോൾ നിൽക്കുക, എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, നേരെ നമുക്ക് ഈ 3ാമത്തെ കണ്ടന്റിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിലെ മെയിൻ ഹെഡിങ്ങും സബ് ഹെഡിങ്ങിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടേബിൾ ഓഫ് കണ്ടൻസ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി നോക്കാൻ പോകുന്നത് റെഫറൻസസിലെ ഇൻസേർട്ട് ഫുട് നോട്ട് ആൻഡ് ഇൻസേർട്ട് എൻഡ് നോട്ട് ആണ്. അപ്പോൾ എന്താണ് ഇൻസേർട്ട് ഫുട് നോട്ട് കൊണ്ടും എന്താണ് എൻഡ് നോട്ട് കൊണ്ടും ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഇവിടെ നോക്കൂ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കണ്ടന്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡിന് നമ്മളൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബോട്ടത്തിലൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ഫുട് നോട്ട് അല്ലെങ്കിൽ എൻഡ് നോട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു വീഡിയോ എന്നുള്ളത് ഒന്ന് ഷോർട്ടാക്കിയിട്ട് വീഡിയോ എന്നാക്കി. അപ്പോൾ ഇത് ആരാണോ ടൈപ്പ് ചെയ്തത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ ഫുൾ ഫോം വീഡിയോ എന്നാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷോർട്ടാക്കി എഴുതുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ഫോം വേണമെങ്കിൽ താഴത്ത്, ആ ഒരു പാരഗ്രാഫിൻ്റെ താഴത്ത് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും പേജിൻ്റെ താഴത്തൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുട് നോട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന് ഒരു ഫുട് നോട്ട് ആഡ് ചെയ്യാണ്. ഇത്രയും പോർഷൻസ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇൻസേർട്ട് ഫുട് നോട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ വരും, അവിടെ നമ്മൾ വീഡിയോ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ
മേലേക്ക് പോവുക. ഇവിടെ കണ്ടില്ലേ VD എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് നമ്മൾ ഒരു റെഫറൻസ് ഒരു ഫുട് നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് 1 എന്ന് പറയുന്ന നമ്പറാണത്. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത് വീഡിയോ. അപ്പോൾ ഒരു വ്യക്തി ഇത് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയല്ല, വേറൊരു വ്യക്തി വന്നിട്ട് ഇത് വായിച്ച് നോക്കുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 1 നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ, കൺട്രോൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ അവിടെ മൗസ് പോയിന്റർ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ആ ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഫുട് നോട്ടിലോട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ഫുട് നോട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡോക്യുമെൻറ്റ് വേറൊരു എക്സാമ്പിൾ എടുക്കുക. ഡോക്യുമെൻറ്റ് എന്നുള്ളതിന് ഞാൻ DC എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ ഫുട് നോട്ട് ആഡ് ചെയ്യാണ്. സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ട് ഫുട് നോട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ അവിടെ 2 എന്ന് വരും. എന്നിട്ട് ഇവിടെ ഡോക്യുമെൻ്റ് എന്ന് കൊടുക്കുന്നു. കണ്ടില്ലേ ഇവിടെ 2 എന്നുണ്ടായിരിക്കും. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ അങ്ങോട്ടായിരിക്കും മൗസ് പോയിന്റർ പോവുക. കണ്ടില്ലേ, ഈ ഡോക്യുമെൻറ്റിലോട്ട് നേരെ പോകുന്നു. അടുത്തത് എങ്ങനെയാണ് ഈ എൻഡ് നോട്ട് ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എൻഡ് നോട്ടും ഫുട് നോട്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടിനും ഒരേ യൂസാണ്. ചെറിയൊരു വ്യത്യാസം ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻഡ് നോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും താഴെയായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഈ ഡോക്യുമെൻറ്റിൽ എത്ര പേജുകളുണ്ടോ അതിലൊക്കെ താഴെയായിട്ടായിരിക്കും ഈ ഒരു എൻഡ് നോട്ട് ഇൻസേർട്ട് ചെയ്താൽ ഉണ്ടാവുക. പക്ഷേ ഫുട് നോട്ട് ആണെങ്കിൽ ആ ഒരു പേജ്, ഇപ്പോൾ ഏത് പേജിലാണ് നമ്മൾ ഫുട് നോട്ട് ആഡ് ചെയ്യുന്നത് ആ ഒരു പേജിൻ്റെ താഴത്ത് ബോട്ടത്തിലായിട്ടായിരിക്കും ഫുട് നോട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ പിക്ചർ എന്നുള്ളതിന് ഞാൻ എൻഡ് നോട്ട് ആഡ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ക്യാപിറ്റലിൽ PC എന്ന് കൊടുത്തു. എന്നിട്ട് ഇത്രയും പോർഷൻസ് സെലക്ട് ചെയ്യാം. ഇൻസേർട്ട് എൻഡ് നോട്ട് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത് വെച്ചാൽ കൊടുക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ആ ഒരു പേജിൻ്റെ താഴത്തായിട്ടായിരിക്കും എന്ത് വരുന്നത്, ഈ ഒരു ഫുട് നോട്ട് ആഡ് ചെയ്യുമ്പോൾ വരിക. ഇപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിൽ ആകെ ഒരു പേജേ ഉള്ളൂ. അതുകൊണ്ടാണ് എൻഡ് നോട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നിലധികമൊക്കെ പേജ് ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പേജ് എവിടെയാണ് അതിൻ്റെ താഴത്തായിട്ടായിരിക്കും ഈ എൻഡ് നോട്ട് ആഡ് ചെയ്യുമ്പോൾ വരിക. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളേ ഉള്ളൂ എൻഡ് നോട്ടും ഫുട് നോട്ടും തമ്മിൽ. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് ഇൻസേർട്ട് സിറ്റുവേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ചില ബുക്കുകളിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റിലൊക്കെ ഏറ്റവും ലാസ്റ്റായിട്ട് ഓഥറിൻ്റെ നെയിം അല്ലെങ്കിൽ ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ, അതുപോലെ പബ്ലിഷർ, അതിൻ്റെതൊക്കെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റിലോട്ട് സിറ്റുവേഷൻ ആഡ് ചെയ്യാനാണ് നമ്മൾ ഇൻസേർട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റിലോട്ട് സിറ്റുവേഷൻ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് സൈറ്റേഷൻ കൊടുക്കുക. എന്നിട്ട് അവിടെ കണ്ടില്ലേ ആഡ് ന്യൂ സോഴ്സ് എന്ന് കൊടുക്കുക. ഇതിൽ നമ്മൾ ചോദിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെൻറ്റ് എന്ത് ടൈപ്പാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ബുക്കാണെങ്കിൽ ബുക്ക് എന്ന് കൊടുക്കാം. അതുപോലെ ജേണൽ ആർട്ടിക്കിൾ ഇൻ പീരിയോഡിക്കൽ, നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഇത് കൊടുക്കുക. അപ്പോൾ ബുക്കാണെങ്കിൽ ബുക്ക് കൊടുത്തു. അടുത്തത് ഓഥറാണ്. ഈ ഒരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ള ഓഥറുടെ പേരാണ് കൊടുക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം. ഓക്കെ. അടുത്തത് ടൈറ്റിലാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. അടുത്തത് ഇയർ ആണ്. സിറ്റി, അതുപോലെ പബ്ലിഷർ. ഓക്കെ. അപ്പോൾ ഞാനൊരു കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളതിൽ ആരാണോ ഇതിൻ്റെ ഓഥർ ആരാണോ അവരുടെ നെയിമും അതുപോലെ ഇയറുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിപ്പം ആകെ ഇത്രയേ കാണിക്കുന്നുള്ളൂ. നമുക്ക് മൊത്തത്തിൽ കാണിക്കണം, നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ബിബ്ലിയോഗ്രാഫി യൂസ് ചെയ്യുന്നത്. ഈ ബിബ്ലിയോഗ്രാഫിയിൽ പോയിട്ട് നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ റെഫറൻസസ് ആണെങ്കിൽ ഇത് കൊടുക്കുക, ബിബ്ലിയോഗ്രാഫി ആണെങ്കിൽ ഇത് കൊടുക്കുക. ഇത് കൊടുത്ത് കണ്ടോ നമ്മൾ കൊടുത്തിട്ടുള്ള അതിൽ നമ്മൾ ഇതിന് മുന്നേ ഞാൻ ആഡ് ചെയ്തതാണ് ഈ പ്രവീൺ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും എന്തുണ്ട് ബിബ്ലിയോഗ്രാഫി ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കൊടുത്തതൊക്കെ അതിൻ്റെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റിൽ എത്ര സൈറ്റേഷൻ കൊടുത്തതാണെന്ന് ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ് സോഴ്സസ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മാനേജ് സോഴ്സസിൽ പോകുക. അവിടെ കണ്ടില്ലേ ഇത്രയും ഈ 2 സൈറ്റേഷനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും ഇവിടുന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനാണ് മാനേജ് സോഴ്സസ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റാൻ പറ്റും. ഇതിൽ ഏത് മോഡലിലുള്ള ബിബ്ലിയോഗ്രാഫി ഏത് മോഡലിലുള്ള ഇതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൊടുത്താൽ മതി. ഓക്കെ. അടുത്ത ഒരു കമാൻഡാണ് ഇൻസേർട്ട് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം
ഇൻസേർട്ട് ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാം ഫിഗർ 1 ഇന്നത്, ഫിഗർ 2 ഇങ്ങനെ ഇന്നത് പറഞ്ഞിട്ട് ഒരുപാട് പിക്ചേഴ്സൊക്കെ കാണാം അല്ലേ. അപ്പോൾ അങ്ങനെ ഫിഗേഴ്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്യാപ്ഷനൊക്കെ ഒരു പിക്ചറിന് താഴെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ക്യാപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻസേർട്ട് ക്യാപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് അതൊരു ഇമേജ് കൊണ്ടുവരണം. ഇൻസേർട്ട് പോവുക, പിക്ചേഴ്സ് പോവുക, അങ്ങനെ 3 ഇമേജാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 പിക്ചേഴ്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് ഓരോ പിക്ചറിനും ഫിഗേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഫറൻസസിൽ പോവുക, എന്നിട്ട് ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ക്യാപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഫിഗർ 1 ആണ്. അപ്പോൾ നമ്മോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ എന്താ വേണ്ടത് കൊടുത്താൽ മതി. നമുക്ക് ഇവിടെ ഇപ്പോൾ സപ്പോസ് ഡീഫോൾട്ടായിട്ട് ഫിഗർ 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബിലോ സെലക്റ്റഡ് ഐറ്റം ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നമുക്ക് എവിടെയാണ് ഈ ഒരു ക്യാപ്ഷൻ വരേണ്ടത്. ആ പിക്ചറിൻ്റെ മുകളിലാണെങ്കിൽ അബോവ് കൊടുക്കുക, ബിലോ ആണെങ്കിൽ ബിലോ കൊടുക്കാം. എന്നിട്ട് ഓക്കെ അടിക്കാം. ഫിഗർ 1 ക്യാപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഓക്കെ അടിക്കാം. കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ താഴെയായിട്ട് ഫിഗർ 1 ബേർഡ് എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇമേജും ആദ്യം സെലക്ട് ചെയ്യണം. എന്നിട്ട് റെഫറൻസസിൽ പോയിട്ട് ഇൻസേർട്ട് ക്യാപ്ഷൻ കൊടുക്കുക. അതിൽ നമുക്ക് എന്താണ് ക്യാപ്ഷനായിട്ട് വരേണ്ടത്. ഇത് അടുത്ത ഫിഗർ 2 അല്ലേ. അപ്പോൾ ഫിഗർ 2 കൊടുക്കുക. ഓട്ടോമാറ്റിക് ഇത് മാറും കേട്ടോ. ഫിഗർ 2ൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ക്യാറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, അടുത്തത് ഈ ഒരു ഇമേജിന് കൂടെ ഫിഗർ ക്യാപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഫസ്റ്റ് വരുന്നതിന് ഫിഗർ 1, സെക്കൻഡിന് ഫിഗർ 2, പിന്നെ ഫിഗർ 3 അങ്ങനെ വരും. അപ്പോൾ നമുക്കിപ്പോൾ ഓരോ ഇമേജിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റെഫറൻസസിൽ ടാബിൾ ഓഫ് കണ്ടൻസിലെ. അതായത് നമുക്ക് ഒരു ഫസ്റ്റ് പേജ്, ചില കണ്ടൻസിനെ ഫസ്റ്റ് പേജിലൂടെ നമ്മൾ കൊണ്ടുവരും. എന്നിട്ട് ആ ഫസ്റ്റ് പേജിൽ എന്തുണ്ടായിരിക്കും, ആ കണ്ടൻറ്റും അത് എത്രാമത്തെ പേജിലാണെന്നുള്ള ഒരു ഇൻഡെക്സ് പേജ് പോലെ ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു ഫിഗേഴ്സിനെയും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെയാണ് നമുക്ക് ആ ഒരു ഇത് വരേണ്ടത്, അവിടെ നമുക്ക് മൗസ് പോയിന്റർ കൊണ്ടുവെക്കാം. ഓക്കെ, എന്നിട്ട് ഇൻസേർട്ട് ടാബിൾ ഓഫ് ഫിഗേഴ്സ് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇതിൽ നമുക്ക് പ്രിൻറ്റ് പ്രീവ്യൂ ഉണ്ടാവും, വെബ് പ്രീവ്യൂ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ അടിക്കുക. കണ്ടില്ലേ, ഫിഗർ 1 ക്യാറ്റ്, ഫിഗർ 2 ബേർഡ്, ഫിഗർ 3 വൈറ്റ് ക്യാറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് ആ ഒരു പിക്ചറിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മൗസ് പോയിന്റർ നമുക്ക് ഏത് ഫിഗറിലോട്ടാണ് പോകേണ്ടത് ആ ഫിഗറിന്മേൽ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, നേരെ അതിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യാപ്ഷൻ, ഒരു ഇമേജിന് ഒരു ക്യാപ്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് റെഫറൻസസിലുള്ള ഇൻഡെക്സ് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഡോക്യുമെൻറ്റിൽ നമുക്ക് പ്രധാനപ്പെട്ട വേർഡിനൊക്കെ സെലക്ട് ചെയ്തിട്ട് അത് മാത്രം ഒരു പേജിലോട്ട് നമുക്ക് ഇൻഡെക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻഡെക്സ് എന്ന ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട വേർഡ്സ് ഒക്കെ ആദ്യം സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ പ്രൊവൈഡ്സ് എന്ന് പറയുന്ന ഈ വേർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മാർക്ക് എൻട്രി പോവുക. ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്താണ് ക്രോസ് റെഫറൻസ് ആണോ, കറണ്ട് പേജ് ആണോ, പേജ് നമ്പർ ആണോ എന്നൊക്കെ ഉള്ളത്. ഞാൻ കറണ്ട് പേജ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്കത് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കാം. എന്നിട്ട് ബോൾഡ് കൊടുത്ത് എന്നിട്ട് മാർക്ക് ഓക്കെ, അത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അടുത്ത ഒരു വേർഡ് സെലക്ട് ചെയ്യാം. തീംസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡാണ് സെലക്ട് ആക്കിയിട്ടുള്ളത്. അതിന് മാർക്ക് എൻട്രി പോവുക. എന്നിട്ട് വീണ്ടും അത് ബോൾഡ് ആക്കുക, മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്യാം.
അതുപോലെ ഒന്നുകൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. റീഡിങ്, മാർക്ക് എൻട്രി പോവുക, കറണ്ട് പോവുക, ബോൾഡ് ആക്കുക, എന്നിട്ട് മാർക്ക്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്കൊക്കെ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊക്കെ ഈ ഒരു പേജിൻ്റെ ലാസ്റ്റിലോട്ട് നമുക്ക് എന്തായിട്ട് വരണം, ഇൻസേർട്ട് ചെയ്യണം, ഇൻഡെക്സ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവെക്കുക, എന്നിട്ട് ഇൻസേർട്ട് ഇൻഡെക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഏത് ഫോർമാറ്റാണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്യുക. ഫ്രം ടെംപ്ലേറ്റ്, ക്ലാസിക്, ഫാൻസി, മോഡേൺ, ബുള്ളറ്റഡ്. അപ്പോൾ ഞാനിവിടെ ഫാൻസി ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ റൈറ്റ് അലൈൻ പേജ് നമ്പർ സെലക്ട് ചെയ്തിട്ട് ഏത് ടാബ് ലീഡറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഏതാ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് മാർക്ക് എൻട്രി അല്ലെങ്കിൽ ഓക്കെ എന്ന് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു പൈൻ്റെ സിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിൾ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നോൺ പ്രിൻറ്റബിൾ ക്യാരക്ടേഴ്സിനൊക്കെ പ്രിൻറ്റ് ചെയ്യാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോമിൽ പോയിട്ട് ഇവിടെ കണ്ടില്ലേ, ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ നമ്മൾ സെലക്ട് ആക്കിയിട്ടുള്ളത് ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് റെഫറൻസസിലുള്ള മാർക്ക് സൈറ്റേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് മാർക്ക് സൈറ്റേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡോക്യുമെൻറ്റിൽ കുറച്ച് ടെക്സ്റ്റ് നമ്മൾ അതിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ, കാറ്റഗറി അനുസരിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് സൈറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാർക്ക് സൈറ്റേഷൻ ആഡ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വേർഡ് സെലക്ട് ചെയ്തു, ഇമ്പോർട്ടൻ്റ് ആക്കി നമുക്ക് ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏത് വേണ്ടാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് മാർക്ക് സൈറ്റേഷനിൽ പോവുക. കണ്ടില്ലേ, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നമുക്ക് ഏത് കാറ്റഗറിയിലോട്ടാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് ഈ ഒരു കാറ്റഗറി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കാറ്റഗറി ഉണ്ടാക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്പർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ കാറ്റഗറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ റീപ്ലേസ് വിത്ത്, അതായത് ഈ 10നെ എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, നമുക്ക് ഈ കാറ്റഗറിക്ക് എന്ത് നെയിമാണ് കൊടുക്കേണ്ടത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് കൊടുത്തു. നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പേര് കൊടുക്കണേ. ഞാനൊരു എക്സാമ്പിളിന് ഇത് കൊടുത്തുന്നുള്ളൂ. എന്നിട്ട് റീപ്ലേസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിനെ മാർക്ക് ചെയ്യണം, മാർക്ക് കൊടുത്തു. കണ്ടില്ലേ, എന്നിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഒരു വേർഡ് നമ്മൾ അതിനെ കാറ്റഗറിയിലോട്ട് ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഹോമിൽ പോവുക, ഈ ഒരു ചിഹ്നം ഒഴിവാക്കുക. അടുത്ത് നമുക്ക് വീണ്ടും അടുത്തൊരു വേർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് റെഫറൻസസിൽ പോവുക, മാർക്ക് സൈറ്റേഷനിൽ പോവുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കാറ്റഗറിയിലോട്ട് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി അവിടെ സെലക്ട് ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് മാർക്ക് കൊടുക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്തു, വീണ്ടും ഹോമിൽ പോവുക, ഇത് ക്ലിക്ക് ചെയ്യാം. അടുത്ത ഒന്നുകൂടെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്, സേവ് ടൈം ഇൻ വേർഡ്. എന്നിട്ട് റെഫറൻസസിൽ പോവുക, എന്നിട്ട് മാർക്ക് സൈറ്റേഷനിൽ പോവുക, എന്നിട്ട് മാർക്ക് കൊടുക്കുക, എന്നിട്ട് ക്ലോസ്. എന്നിട്ട് വീണ്ടും ഹോമിൽ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഈ മാർക്ക് ചെയ്തതൊക്കെ കാറ്റഗറി വൈസ് നമുക്കിവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എവിടെയാണ് കാണിക്കേണ്ടത് അവിടെ മൗസ് പോയിന്റർ കൊണ്ടുവെക്കുക. എന്നിട്ട് റെഫറൻസസിൽ പോയിട്ട് ഇൻസേർട്ട് ടേബിൾ ഓഫ് അതോറിറ്റീസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഫോർമാറ്റാണെന്നുള്ളതൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ ക്ലാസിക് കൊടുത്ത്, അതുപോലെ ഏത് ടാബ് ലീഡർ ആണെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കാറ്റഗറി ഏതായിരുന്നു, കാറ്റഗറി ഫസ്റ്റ് ഇൻഡെക്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു, ഓക്കെ എന്ന് കൊടുത്തു. കണ്ടില്ലേ, ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാറ്റഗറി ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ സേവ് ടൈം ഇൻ വേർഡ്, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ പേജിലാണ്. അങ്ങനെ നമ്മൾ എത്ര കാറ്റഗറി ആയിട്ടാണോ മാറ്റിയിട്ടുള്ളത് അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് റെഫറൻസസിൽ നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.